BMS a good career option after NEET? So in the medium of BMS curriculum. ഓക്കെ, കുറേ പേര് ചോദിക്കാം, അതായത് ഇന്ത്യ ഒട്ടാകെ BMS കോളേജുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീഡിയം സംസ്കൃതം ഒഴിച്ചു നിർത്തിയാൽ ഇതിൻ്റെ മീഡിയം എവിടെയായിരിക്കും? മീഡിയം ഏതായിരിക്കും? അതായത് ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് ഏത് തന്നെയാണെങ്കിലും ലേണിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഈസ് സംസ്കൃത് കമ്പൽസറി? യെസ്. നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അപ്പം അതും നമ്മുടെ പ്രാചീന ലിപികളിൽ ഒന്നായിട്ടുള്ള സംസ്കൃതത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സംസ്കൃതം പഠിക്കുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. റെപ്യൂട്ടേഷൻസ് ഇൻ ദ സൊസൈറ്റി, അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. നമുക്ക് അതായത് MBBS പഠിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന അത്രയും റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി. അതായത് റെപ്യൂട്ടേഷനൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കോവിഡ് വന്ന സമയത്താണെങ്കിലും ആയുർവേദത്തിലെ ഒരുപാട് മെഡിസിൻസ് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതായത് ജസ്റ്റ് UG മാത്രം കൊണ്ട് കഴിഞ്ഞിട്ട് PGക്ക് ഒന്നും പോവാതെ ഹോസ്പിറ്റലിൽ റൺ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൽ വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. സോ നമ്മളത് കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. പിന്നെ പല പല മാർഗങ്ങളുണ്ട്. നമുക്ക് സ്കോപ്പ് ആണെങ്കിലും ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു റെപ്യൂട്ടേഷൻ വേണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തന്നെ തിരിഞ്ഞിറങ്ങിയാലേ പറ്റുള്ളൂ. അപ്പോൾ റെപ്യൂട്ടേഷൻസ് ഉണ്ട്, ഇല്ലാതൊന്നുമല്ല, ഉണ്ട്. ഇറ്റ്സ് വെരി 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 അമേസിങ് ആണ്. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി.